വളരെ പ്രധാനപ്പെട്ട ഒരു രോഗശാന്തി അല്ലെങ്കിൽ രോഗസൗഖ്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ നിമിഷം വായിച്ച് കേട്ടത്. യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് ഈ ബെത്സദയിലെ തളർവാത രോഗിയെ സൗഖ്യപ്പെടുത്തിയ കാര്യം പ്രത്യേകമായിട്ടും ബാക്കി 3 സുവിശേഷകരും സമാസുഷകരും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് ഇതിനെക്കുറിച്ച് അവിടുന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഗലീലിലെ ഒരു സ്ഥലമാണ് ബെത്സൈദ. കാരുണ്യത്തിന്റെ ഭവനം, വേർതിരിക്കപ്പെട്ട സ്ഥലം എന്ന ബെത്സൈദ വാക്കിന്റെ അർത്ഥം വരുന്നത്, ബെത്സൈദ എന്ന കുളത്തിന്റെ ബെത്സൈദ എന്ന വാക്കിന്റെ അർത്ഥം കാരുണ്യത്തിന്റെ ഭവനം, വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നതാണ്. ഈ കുളത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാല് ചില സമയങ്ങളില് ഉറവകള് ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ കുമള പൊന്തും. ആ പൊന്തുന്ന സമയത്ത് ആ വെള്ളത്തിന് ഒരു സൗഖ്യപ്പെടുത്താൻ ഔഷധ ഗുണമുണ്ട് എന്നാണ് യഹൂദരുടെ വിശ്വാസവും നിഗമനവും. അതിനു വേണ്ടിയിട്ടാണ് ഈ കുളത്തിന് ചുറ്റും കുരുടന്മാരും മുടന്തരും അന്ധരും ഒക്കെ ആയി തളവാതകാരൊക്കെ ആയിട്ടുള്ളവരെ ചുറ്റും കിടന്ന് താമസിച്ചിരുന്നത്. ഈ കുളത്തില് ആ ഉറവ പൊട്ടിപ്പുറന്ന സമയത്ത് ആദ്യമായിട്ട് ആരാണോ ഇറങ്ങുന്നത് അവർക്കാണ് സൗഖ്യം കിട്ടുക. അപ്പൊ 38 വർഷമായിട്ട് ഈ സൗഖ്യപ്പെടാതെ അവിടെ കിടക്കുന്ന വ്യക്തി ഒരുപക്ഷെ അവനായിരിക്കും ഏറ്റവും സീനിയോറിറ്റി ഉണ്ടാവുക. ബാക്കിയുള്ളവരും വേഗം ചാടി ഇറങ്ങി സൗഖ്യം ലഭിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവൻ അവിടെ കിടന്ന് 38 വർഷമായിട്ട് അവിടെ കിടന്നിട്ട് അവന്റെ ജീവിതത്തെക്കുറിച്ച് അവന് നിരാശക വന്നു. ഒരു നിസ്സഹായ അവസ്ഥയാണ്. അവനെ സഹായിക്കാനായിട്ട് ആരുമില്ല എന്നുള്ള ബോധ്യം അവന് വന്നു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പൊ അത് യേശുവാണ്, ദൈവപുത്രനാണെന്നും ആ മനുഷ്യനറിയില്ല. യേശുവിൽ അവന് വിശ്വാസവും ഇല്ല. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, കർത്താവെ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരു വന്ന് വെള്ളത്തിലിറങ്ങും. കർത്താവ് എന്ന് വാക്കിന് ഗുരുവോ എന്നൊക്കെ സൂചനയാണോ തിരഞ്ഞത്? എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല. അപ്പോഴെങ്കിലും ആരൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവന്റെ നിസ്സഹായ അവസ്ഥ അവനവിടെ സൂചിപ്പിക്കുക ചെയ്യുന്നത്, നിസ്സഹായ അവസ്ഥ. യേശു ഉടനെ അവിടെ പറയുക, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക എന്ന്. എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക. ഇത് പറഞ്ഞപ്പോൾ അവൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. അവന് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ യേശു തുപ്പലുണ്ടാക്കി ചവിട്ടി കണ്ണു തേച്ച് അങ്ങനെയൊക്കെ തൊട്ട് സൗഖ്യപ്പെടുത്തും. ഇവിടെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കിടക്കയെടുത്ത് നടക്കുക. അതിനൊരു പ്രത്യേകതയുണ്ട്. ദൈവശാസ്ത്രന്മാർ കൃത്യമായിട്ട് സുവിശേഷങ്ങൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുക, ഇവിടെ പ്രവർത്തിച്ച അത്ഭുതത്തിന്, രോഗസൗഖ്യത്തിന് ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പൊളിച്ചെഴുതി മാറ്റിമറിക്കാനാണ് ഈശോ ഈ ബെത്സദയിലേക്ക് അവിടെ രോഗശാന്തി കൊടുക്കാനായിട്ട് കടന്നു വന്നത്. എന്തൊക്കെ കാര്യങ്ങൾ യേശുക്ക് പറയായിരുന്നു. കിടക്കെടുത്ത് നടക്കേണ്ട വല്ല പറയാനുള്ള ആവശ്യമുണ്ടാ? എഴുന്നേറ്റ് ഓടിക്കൂടാ എന്ന് പറയായിരുന്നു. അത് പറയാതെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ ജെറമിയയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിക്കാൻ പറ്റുമോ? 17-ാമത്തെ ജെറമിയ 17:21. സാബത്തില് ഭാരം ചുമക്കരുത് എന്നൊരു കൽപ്പന യഹൂദരുടെ ഇടയിൽ ഉണ്ട്. സാബത്തിൽ നിശ്ചിതമായിട്ടുള്ള ഒന്നും ഭാരമേറിയ ജോലികളോ ഒന്നും ചെയ്തു. വായിച്ചേ. ഓക്കെ,
അങ്ങനെ ഒരു ജെറമിയുടെ പുസ്തകത്തില് എങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യഹൂദന്മാര് അതും പുറകെ പിടിച്ച് നടക്കുക. സാപത്തില് നിങ്ങൾ ചുമട് ചുമക്കരുത്. ഇവിടെ ചുമട് എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം ഞാൻ പറയാം. സാമ്പത്തില് വേല ചെയ്യരുത്. ഡോക്ടർമാർക്ക് വേല ചെയ്യണ്ടേ? വേണ്ടേ? വേണം. അത് പറഞ്ഞിട്ട് നമ്മള് പല കാര്യങ്ങളും നിശ്ചിതമായിട്ട് നേരെ മറിച്ച് അധിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട തുറന്നിരുന്ന അത് ദൈവത്തിന് പ്രീതികരമല്ല. നേരെ മറിച്ച് ഞാൻ സാമ്പത്തിലെ ശ്രമദാനം നടത്താം. ഇപ്പോൾ ഏതെങ്കിലും അനാഥശാലയിൽ പോയിട്ട് അവിടെ രോഗികളെ ഞാൻ കുളിപ്പിക്കുന്നു, സാപത്തല്ലേ? ജോലി ചെയ്യാൻ പാടില്ല അതിനല്ലോ. അത് ഞാൻ ജോലി കൂലിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് പരോപകാര പ്രവർത്തിയാണ്. വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ വിശാലമല്ലാത്ത ഇടുങ്ങിയ യഹൂദരുടെ ഇടുങ്ങിയ ചിന്താഗതികളെ, ആ നിയമത്തിന്റെ നൂലാമാലകളെ യേശു എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ തളവാദ രോഗിയോട് നീ കിടക്കയമെടുത്ത് നടക്കുക എന്ന് പറഞ്ഞത്. എന്നിട്ട് യഹൂദന്മാര് ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, ആരാ നിന്നോട് പറഞ്ഞേ? അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, ആരാ സൗഖ്യപ്പെടുത്തുന്ന? എനിക്ക് സൗഖ്യം തന്ന ആളാണ് എന്നോട് കിടക്കിട നടക്കാൻ പറഞ്ഞത്. അവനെവിടെയാണെന്ന് എനിക്കറിയില്ല. സൗഖ്യം കിട്ടി. പറഞ്ഞവൻ ആരാന്ന് ചോദിച്ചപ്പോൾ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. അവന് സൗഖ്യം കിട്ടി, പക്ഷേ ഈശോ ആരാണെന്ന് അനുഭവിക്കാനായിട്ട് അവന് സാധിച്ചില്ല. നമ്മൾ പലപ്പോഴും കുർബാനയ്ക്ക് പോകുന്നുണ്ടോ വെച്ചാൽ പോകുന്നുണ്ട്, അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു അനുഭവം, ഈശോയുടെ ഒരു അനുഭവം, ശാരീരിക സൗഖ്യം കിട്ടി, അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല. 10 കുഷ്ഠരോഗികളുടെ കഥ പറഞ്ഞ പോലെയാ. അതിൽ 9 പേർക്കും സൗഖ്യം കിട്ടി, ശാരീരിക സൗഖ്യം കിട്ടി. ഒരാൾ മാത്രമേ ഈശോയെ അനുഗമിച്ച് തിരിച്ചു വന്നുള്ളൂ. അവൻ ആരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ സൗഖ്യം കിട്ടി, പക്ഷേ ആരാണെന്ന് അനുഭവിക്കാനായിട്ട് ഇവിടെ 3 ഈ യോഹന്നാന്റെ സുവിശേഷം 3 രോഗസൗഖ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ സൗഖ്യം 4-ാമത്തെ അധ്യായം മുമ്പുണ്ട്. 4-ാമത്തെ അധ്യായം 43 മുതൽ 54 വരെ രാജക സേവകന്റെ പുത്രനെ സൗഖ്യപ്പെടുത്തിയത്. 2-ാമത്തെ സൗഖ്യമാണ് ബെഡ്സൈഡ് രോഗശാന്തി. 3-ാമത്തെയാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ അന്ധനെ സുഖപ്പെടുത്തുന്നു. അതിനകത്ത് അവിടെ ചോദിക്കുന്നുണ്ട്, ഇവന്റെ പാപനിമിത്തമാണോ ഇവൻ അന്ധനായി തീർന്നുള്ളത്? യേശു അതൊക്കെ കണ്ടിട്ടാണ് ഈ തളവാദ രോഗിയുടെ ഈ സൗഖ്യത്തെ വളരെ വ്യക്തമായിട്ട് യേശു നമുക്ക് പഠിപ്പിച്ചിരിക്കുക. ഈ തളവാദ രോഗിയുടെ സൗഖ്യം പൂർണ്ണമായിരുന്നില്ല. കാരണം ശാരീരിക സൗഖ്യം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. സൗഖ്യം ലഭിച്ചവനെ, സൗഖ്യം ആരിൽ നിന്ന് ലഭിച്ചു? ഈശോയിൽ നിന്ന് ലഭിച്ചു. അവനെ ആ തളവാദ രോഗി തിരിച്ചറിഞ്ഞില്ല. പിന്നെ എപ്പോഴാ തിരിച്ചറിഞ്ഞാൻ? 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ഓക്കെ, ഇവിടെ യേശു അവനോട് പറയുക, ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടു. 2 സാമുവേൽ 5-ാമത്തെ അധ്യായം 8-ാം വാക്യം. ദേവാലയത്തിൽ വെച്ചിട്ട് ഈ തളവാദ രോഗിയെ കണ്ടു എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം എന്താ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് അന്ധരും മുടന്തരും കുഷ്ഠരോഗികളും തളവാദ രോഗികളും ഒന്നും ദേവാലയത്തിലോ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല. 2 സാമുവേൽ 5:8.
ദാവീദ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് പിന്നീട് മുടന്തരം ഒന്നും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇവിടെ തളർവാദ രോഗി ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അവന് ശാരീരികമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു എന്നതാണ്. ശാരീരികമായ സൗഖ്യത്തെക്കാളും അവന് ലഭിക്കേണ്ടത് എന്താ ഈശോ പറഞ്ഞേ? കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ ഈ ശാരീരിക രോഗത്തെക്കാളും ഏറ്റവും ഭയാനകമാണ് ആത്മീയ രോഗം. ശാരീരിക രോഗത്തെക്കാളും ഏറ്റവും ഭയാനകമാണ് ആത്മീയ രോഗം എന്ന് ഈശോ ഇവിടെ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 5:14 പറയുന്നത് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാനേ മേലിൽ നീ പാപം ചെയ്യരുത്. എന്നിട്ട് ഈശോയോട് പഠിപ്പിക്കുക, രോഗം പാപത്തിൻ്റെ ശിക്ഷ അല്ല. യോഹന്നാന്റെ 9:1-9 പറയുന്നുണ്ട്. അതിലും അന്ധനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ ഇവന്റെ പൂർവിക പാപം മൂലമല്ല, ഇവന് അന്ധത കാണാൻ. രോഗം പാപത്തിന്റെ ശിക്ഷയല്ല. ഈശോ അയാളെ സുഖമാക്കുന്നത് പാപത്തിൽ നിന്നാണ്. ദേവാലയത്തിൽ വെച്ചിട്ട് ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈശോ പറയാണ്, കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാനായിട്ട് നിമ്മേലിൽ പാപം ചെയ്യരുത്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാനാണ്. യഹൂദ പാരമ്പര്യ പ്രകാരം രോഗം പാപത്തിന്റെ ശിക്ഷയാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അതിനെയും ഈശോ ഇവിടെ തിരുത്തുക. 1, സാപത്തിനെ തിരുത്തുന്നു. 2, പാപത്തെ രോഗത്തിന്റെ ലക്ഷണമല്ല പാപമെന്ന് കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുക. എന്നിട്ട് ഈശോ ഇവിടെ പാപത്തിൽ നിന്നൊരു ദേവാലയത്തിൽ വെച്ച് പാപത്തിൽ നിന്നാണ് ഈ മനുഷ്യനോട് സുഖമാക്കാനായിട്ട് ആ ആന്തരിക സൗഖ്യമാണ്, പാപത്തിലുള്ള സൗഖ്യമാണ് ദേവാലയത്തിൽ വെച്ച് ഈശോ കൊടുക്കുന്നത്. ശാരീരിക രോഗത്തെക്കാൾ രോഗം മോശമായത് ആത്മീയ രോഗമായ പാപമാണെന്ന് ഈശോ വളരെ വ്യക്തമായിട്ടും ഇവിടെ പഠിപ്പിക്കുക. അതിൻ്റെ അർത്ഥം ഈശോ പാപ വിമോചകനാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ സ്ഥാപിക്കുക. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 12-13 വാക്യത്തിലെ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗത്തെ പാപത്തെ ഒരു രോഗമായിട്ടാണ് ഈശോ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:29 ഈശോ പറയുന്ന ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപം നീക്കാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അടുത്ത ദിവസം വിശേഷങ്ങളുടെ വളരെ വ്യക്തമായിട്ടും കാണിച്ചു തരികയാണ്, പാപവും മരണവും ഒന്നു തന്നെ. ഒരുവനെ പാപത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തുക എന്ന് വെച്ചാൽ അവനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നതാണ്. ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നതാണ്. ഒരുവിനെ പാപത്തിന് സൗഖ്യപ്പെടുത്തുക എന്ന് വെച്ചാൽ അവന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ 24-ാം വാക്യം എടുക്കണ്ട 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. എങ്ങനെ? പാപം ചെയ്തിട്ട്. ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. അതുകൂടി യേശു ഇവിടെ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുക. ഇവിടെ സാപത്തിന് ഒരു പ്രശ്നമുണ്ട്. സാപത്തിൻ്റെ അതിനായകൻ, അതിൻ്റെ ജീവദായകൻ, അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തി ഈശോയാണ്. സാപത്തിൻ്റെയും അധിപനാണ് ഈശോ എന്ന് വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുക. പിതാവായ ദൈവത്തിൻ്റെ അടിവരയിട്ടുകൊണ്ട് 5-ാമത്തെ അധ്യായം യോഹന്നാൻ 5:17 വായിച്ചേൻ. എടുത്ത് വായിക്കുക. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു.
സാമ്പത്തിയിലെ ഈ മനുഷ്യനോട് കിടക്കിൽ നടക്കാൻ പറഞ്ഞ് അവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ യഹൂദര് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. സാമ്പത്തൊന്നൊന്നുമില്ല. ഇനി എങ്ങനെയുള്ള പ്രവർത്തനം, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. യഹൂദ പാരമ്പര്യം, അവരുടെ നിയമം അനുസരിച്ച് അവർ പറയുന്നത് പിതാവായ ദൈവം 6 ദിവസം അധ്വാനിച്ചു, 7ാമത്തെ ദിവസം വിശ്രമിച്ചു. അപ്പൊ 7ാമത്തെ ദിവസം ഈശോ പിതാവായ ദൈവത്തിന് വിശ്രമം, അതുകൊണ്ട് നമ്മളും വിശ്രമിക്കണം. ഒരു ഭൗതികമായിട്ടുള്ള കാര്യം ഒന്നും ചെയ്യാൻ പാടില്ല. ഈശോ ഇവിടെ അടിവരയിട്ട് പറയുകയാണ്, ആ നല്ല കാര്യം, നല്ല കാര്യം. പിതാവായ ദൈവം എന്തിൽ നിന്നാ വിശ്രമിച്ചേ? സൃഷ്ടി കർമ്മത്തിൽ നിന്ന്. പക്ഷെ പിതാവ് എപ്പോഴും, ഈശോട് പഠിപ്പിക്കുക, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഇവിടെ. എൻ്റെ പിതാവ് 24 hours, 7 ദിവസം 24 hours പ്രവർത്തനാണ്, നിരതനാണ്, രഹിതനല്ല, നിരതനാണ്. ഞാനും പ്രവർത്തിക്കുന്നു. ഇവിടെ സൃഷ്ടികർമ്മത്തിന് മാത്രമേ ഒഴിവ് കഴിവുള്ളൂ. രക്ഷാകർമ്മത്തിന് ഒഴിവ് കഴിവുണ്ടോ? സാപത്തിലെ ഇല്ല. കരുണയ്ക്ക് ഒഴിവുണ്ടോ? ഇന്ന് വണ്ടി ഇടിച്ച് വയലെടുക്കുന്നുണ്ട്, ഇന്ന് ഞായറാഴ്ച, സാപത്താണ്, തൊടാൻ പാടില്ല. കരുണയ്ക്കും പരിപാലനയ്ക്കും രക്ഷാകർമ്മത്തിനും ഒരു ഒഴിവ് കഴിവും ഇല്ല. 24 hours × 7 ദിവസത്തിനും 27 ദിവസത്തിനും 24 മണിക്കൂറും നമ്മൾ പ്രവർത്തന നിരതരാണ്. കരുണ കാണിക്കാനും സ്നേഹത്തിനും ഒരു വ്യക്തിയുടെ രക്ഷയിലേക്ക് നയിക്കുവാനും പരിപാലിക്കാനുള്ള കാര്യത്തിൽ ഒരു ഒഴിവുകഴിവില്ല എന്നാണ് യേശു വളരെ വ്യക്തമായിട്ടും അടിസ്ഥാനമായിട്ട് ഇവിടെ പഠിപ്പിക്കുക. കാരണം യേശു സാപത്തിൻ്റെയും പിതാവാണ്, അധികാരിയാണ്, അധിപനാണ്. സൃഷ്ടികർമ്മത്തിന് കരുണയ്ക്കോ സ്നേഹത്തിനോ രക്ഷയ്ക്കോ ഒന്നിനും ഇവിടെ ഒരു ഒഴിവില്ല എന്ന് യേശു കൃത്യമായിട്ട് പ്രവർത്തിക്കുക. അപ്പം അതുകൊണ്ട് കരുണ കാണിക്കുന്നവരായി തീരുവാനായിട്ട്, മറ്റുള്ളവരുടെ പരിപാലന രക്ഷയ്ക്കായിട്ട് ജീവിക്കാനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ സാപത്തിൻ്റെയോ നിയമത്തിൻ്റെയോ നൂലാമല പറഞ്ഞ് തള്ളിക്കളയാതെ അതിൽ അഭിഷേകമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.